കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ ജഡ്ജി ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ അതായത് നിലവിൽ ഈ കോടതിയെ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന തരത്തിൽ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത പറയരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോടതിയലക്ഷ്യ നടപടി എടുക്കും എന്ന് കൂടിയാണ് പറഞ്ഞത്. ഹണിയം വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭൂതകാലം അന്വേഷിച്ചോളൂ, പക്ഷേ കോടതി നടപടികളെ അപമാനിക്കാനാകില്ല എന്നുകൂടി ഹണിയം വർഗീസ് പറഞ്ഞിരിക്കുന്നു. ആ സാഹചര്യം കൂടി നമുക്കിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ദിലീപിനെ വെറുതെ വിട്ടതിനെ തുടർന്ന് മാധ്യമങ്ങളിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ്. കോടതി വിധിക്കും പുറമെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപങ്ങൾ ഹണിയം വർഗീസിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. ഒരുപക്ഷേ വ്യക്തിപരമായ വിമർശനങ്ങൾ അത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം വിധികളെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം. അത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന 19(1)A എന്ന് പറയുന്ന ഭരണഘടനയിൽ പറയുന്നത് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, വിധികളെ വിമർശിക്കാം. പക്ഷേ ജഡ്ജിയെ വ്യക്തിപരമായി വിമർശിക്കാനുള്ള അധികാരം, അവകാശം ഇല്ല. അതുകൊണ്ട് തന്നെയാകണം ഒരുപക്ഷേ മാധ്യമങ്ങളിലൂടെ അടക്കം വന്ന വലിയ വിമർശനങ്ങൾ, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഇപ്പോൾ ഹണിയം വർഗീസ് അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രോസിക്യൂഷൻ്റെ വാദം ഇപ്പോൾ തുടങ്ങുന്നതാണ് ഏറ്റവും പുതിയ വിവരം. പ്രതികൾക്ക് പറയാനുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞു. സാലി, അതായത് പ്രോസിക്യൂഷൻ്റെ വാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവർക്കെതിരെ തെളിഞ്ഞിരിക്കുന്ന കുറ്റങ്ങളിൽ ഇവർക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. അങ്ങനെ ഒരു കാര്യമായിരിക്കും കോടതി മുമ്പാകെ അവതരിപ്പിക്കുക എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി അജയകുമാർ ഇന്ന് രാവിലെ നമ്മളോടക്കം പറയുകയും ചെയ്തതാണ്. അപ്പം അതുതന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വാദം. മറ്റ് കാര്യങ്ങൾ, കുറ്റവിമുക്തരാക്കപ്പെട്ടവരുടെ വാദങ്ങളിൽ ഒന്നും ഇനിയില്ല. ഇനിയുള്ളത് പ്രതികൾക്ക് പറയാനുള്ളത് കേൾക്കുക കോടതി, പ്രോസിക്യൂഷന് പറയാനുള്ളത് കേൾക്കുക. പ്രതികൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ ജീവിത, സാമൂഹ്യ, സാമ്പത്തിക സാഹചര്യങ്ങൾ, അവരുടെ പ്രാരാബ്ദങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രശ്നങ്ങൾ കോടതി മുമ്പാകെ അവതരിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്ക് പോകണം, കോടതിക്ക് കനിവുണ്ടാകണം എന്ന അഭ്യർത്ഥന പൊതുവിൽ നൽകുന്നു. ഒപ്പം തുടർന്നാണ് പ്രോസിക്യൂഷൻ വാദത്തിലേക്ക് കിടക്കുക. പ്രോസിക്യൂഷൻ പറയുക പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളതാണ്. അതാണിപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് അറിയുന്നത് പോലെ കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകൾ, ഗുരുതര കുറ്റകൃത്യം ഇവർക്കെതിരെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ 20 വർഷം അല്ലെങ്കിൽ ജീവപര്യന്തം അല്ലെങ്കിൽ ഒന്നിലധികം ജീവിതപര്യന്തങ്ങൾ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇതിനൊക്കെ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് ഈ പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത്. കൂട്ടബലാത്സംഗം, ഒരു സ്ത്രീയെ ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടി വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തി, അതാണ് കുറ്റകൃത്യം. അപ്പോൾ കുറേ വകുപ്പുകളുണ്ട്: തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ബലാത്സംഗം, കൂട്ടബലാത്സംഗം, വസ്ത്രാക്ഷേപം, IT ആക്ട്, അത് ദൃശ്യങ്ങൾ പകർത്തൽ, അങ്ങനെ കുറേ വകുപ്പുകൾ ഇവർക്കെതിരെയുണ്ട്. 10ഓളം വകുപ്പുകളും ഇവർ ചെയ്തു എന്ന് തന്നെയാണ് കോടതി, 10ഓളം വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളും ഇവർ ചെയ്തു എന്ന് തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടതും. കോടതി അതുകൊണ്ടാണ് A1 to A6 കോടതി മുറിക്കുള്ളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് 6 പേർക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുക. പ്രോസിക്യൂഷന്റെ വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-ാം പ്രതി പൾസസുനി, 2-ാം പ്രതി മണികണ്ഠൻ, 3-ാം പ്രതി മാർട്ടിൻ, 4-ാം പ്രതി വിജീഷ്, 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ്. ഈ 6 പേരും അവരുടെ വാദങ്ങളാണ്, അവരുടെ നിലപാടുകൾ, നിസ്സഹായ അവസ്ഥകളാണ് ബോധ്യപ്പെടുത്തുക. അതിൽ 4-ാം പ്രതി വിജീഷ് മാത്രമാണ് വ്യത്യസ്തമായൊരു നിലപാട്. തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നാണ് പറഞ്ഞത്. മാത്രമല്ല നാട് തലശ്ശേരിയിലായിട്ട് കണ്ണൂരിലെ ജയിലിലേക്ക് അയക്കണമെന്ന്. ഇപ്പോൾ ഏതായാലും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണം. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ വർഷമല്ല, ജീവിതാവസാനം വരെയാകാം. ആ തരത്തിൽ തന്നെ ആയിരിക്കണം. ഇത് എന്തായിരിക്കണം എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ സംബന്ധിച്ച വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നാണ്. 6 പ്രതികൾക്കും നൽകണം. 10 വകുപ്പുകൾ ചുമത്തി 10 വകുപ്പുകളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിൽ 6 പ്രതികളെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത. അന്വേഷണം മെച്ചപ്പെട്ട രീതിയിൽ തന്നെ. പക്ഷേ ഇനിയും കേരളം കാത്തിരിക്കുന്നത് ഈ വിധിക്ക് ശേഷമുള്ള വിധി പ്രസ്താവം, വിധിപ്പകർപ്പ്, പൂർണ്ണമായ വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ എങ്ങനെയാണ് ദിലീപ് ഒഴിവായതെന്ന് അറിയുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് കാത്തിരിക്കുകയും ചെയ്യുന്നത്. സാലി, എന്തായാലും പ്രോസിക്യൂഷന്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. തീർച്ചയായും പ്രോസിക്യൂഷൻ്റെ വാദം നടക്കുന്നു. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരമാവധി ശിക്ഷയെ ജീവപര്യന്തം നൽകണമെന്ന് തന്നെയാണ്. അത് ഇന്ന് രാവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയകുമാർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. പരമാവധി ശിക്ഷ നൽകണം എന്ന വാദം തന്നെയായിരിക്കും കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത്. ഇനി പ്രോസിക്യൂഷൻ്റെ വാദത്തിന് ശേഷം ഈ പ്രതികളുടെ അഭിഭാഷകർ ചില കാര്യങ്ങൾ പറയണം.
പ്രോസിക്യൂഷനോട് സാലി കോടതിയുടെ നിലപാടുകൾ കോടതിയിൽ നിന്ന് കോടതി പറയുന്ന കൂടി കേൾക്കേണ്ടതുണ്ട്. ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്ന് കോടതി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിച്ചു. മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്നും കോടതി ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് 1 മുതൽ 6 വരെയുള്ള പ്രതികളും സമാനമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. 6 പേർക്കും ജീവപര്യന്തം നൽകണം. പക്ഷേ കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്നാണ്. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിക്കുകയാണ് ചെയ്തത്. മറ്റു പ്രതികൾക്കും സമാന ശിക്ഷ നൽകാനാകുമോ എന്നുള്ള ചോദ്യം കോടതി ചോദിച്ചിരിക്കുന്നു. അതായത് അത് തന്നെ ഒന്നാം പ്രതി മാത്രമാണ് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തത് എന്നതാണ് കോടതിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് A1 to A6 6 പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം എന്നുള്ളതാണ്. അതെങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. കാരണം ഒന്നാം പ്രതിയാണ് ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി കുറ്റകൃത്യം ചെയ്തയാൾ. ബാക്കിയുള്ളവർ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും അതിന് സഹായികളായി മാറുകയും ചെയ്തവരാണ് എന്നാണ് കോടതിയുടെ നിലപാട്. അതുകൊണ്ട് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ ഒന്നാം പ്രതിയെ സഹായിച്ചു എന്ന കുറ്റമാണ് അവർക്കെതിരെ നിലനിൽക്കുക. മറ്റ് പ്രതികൾക്ക് ഈ സമാന ശിക്ഷ എങ്ങനെ നൽകാനാവും എന്നതാണ് കോടതിയുടെ ചോദ്യം. അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട്